ഷെഫീഖിനോട് ചോദിക്കാം. ഷെഫീഖ്, എന്താണ് ചിറ്റാർകോണത്ത് സംഭവിച്ചത്? ചിറ്റാർകോണത്ത് ഫിഷ് ന്യൂസ് ബുള്ളറ്റിൻ ശ്രവിച്ച പാർട്ടി പ്രവർത്തകർ കുറ്റിക്കാട്ടുമുക്കിൽ ഒത്തുകൂടി ശ്രീ മന്മഥന് ജയ് വിളിക്കുകയും മന്ത്രി സുഗതൻ കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് സുമേഷിലേക്ക് വരാം. സുമേഷ്, ഈ കോലാഹലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അതെന്ത് കോലാഹലം ഉണ്ടായാലും ശരി, ഞങ്ങൾ 5 വർഷം ഭരിച്ചിരിക്കും. ശ്രീ സുമേഷ്, നമുക്ക് മടങ്ങി വരാം. ശ്രീമതി ശ്യാമള, ചോദിക്കട്ടെ, ആരായിരിക്കും നിങ്ങളുടെ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ആരാണെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന്, അതായത് ഞാൻ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിൽ നിന്ന് ഒരു വനിതാ മന്ത്രിയെങ്കിലും വേണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൽ നിന്ന് എത്ര വനിതാ MLA-മാരുണ്ട്? അതിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ തൽക്കാലം. നമുക്ക് മടങ്ങി വരാം ശ്രീമതി ശ്യാമള. ശ്രീ ലോലിതൻ, ഈ കോലാഹലങ്ങളുടെ അനന്തര ഫലം എന്തായിരിക്കും? ഈ കോലാഹലങ്ങളൊക്കെ വൈയക്തികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണെന്നേ പറയാൻ പറ്റൂ. സത്യശീലൻ, താങ്കളുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ പേര് ചോദിക്കുകയാണ്. വിക്ടർ ബെഞ്ചമിന്റെ ദ പ്രൈസ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. പറഞ്ഞോളൂ. അയൽ വീട്ടിലെ കോലാഹലങ്ങൾ ഏൽപ്പിക്കുന്ന മുറിവുമായി ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരൻ ചാർലി പെരേരയുടെ കഥയാണത്. ഒരു വേള അയാൾ ആത്മഹത്യക്ക് വരെ ചിന്തിച്ചു പോകുന്നു. ഈ സമയത്ത് അയൽ വീട്ടിലെ പെൺകുട്ടി സമ്മാനിക്കുന്ന ഒരു മധുര ചിരിയാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. വ്യാകുലതകൾക്കിടയിലും ആശ്വാസത്തിന്റെ ചെറു പൂക്കൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കൃതിയാണത്. നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ഒരു നോവലാണത്. ഇതിലും മഹത്തായ കൃതികൾ മലയാളത്തിലുണ്ടല്ലോ. അതുണ്ടാവാം, പക്ഷേ ഗ്ലോബൽ പ്രൈസ് ലഭിക്കണമെങ്കിൽ ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ എഴുതണം. അത് പാശ്ചാത്യരായിരിക്കുകയും വേണം. നിറത്തിൻ്റെയും മറ്റ് പല ഭാഷകളുടെ പേരിലും ഗ്ലോബൽ പ്രൈസ് നിഷേധിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം അതെനിക്കിപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ സത്യശീലൻ, എനിക്ക് ഒരു 2 മിനിറ്റ് കൂടെ താങ്കൾ തരേണ്ടി വരും. ക്ഷമിക്കണം മിസ്റ്റർ ലോലിതൻ, 2 മിനിറ്റ് തരാൻ നിവൃത്തിയില്ല. കോയ സാഹിബ്, താങ്കളുടെ പാർട്ടി പിളർന്ന് കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ ആരുടെ പക്ഷത്താണ്? അതിപ്പോ പസം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ ജനങ്ങളുടെ ഒരു ഒഴുക്ക് എങ്ങനെയാന്ന് നോക്കിയിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒന്നാമത്തെ പിളർന്ന് കീറി എന്നൊക്കെ ആരാ പറഞ്ഞുണ്ടാക്കണേ? ഇത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ സുഗതനെയും മന്മഥനെയും വിളിച്ചിട്ട് ഒരു കോഴി ബിരിയാണി വിളിച്ചൊരു വിരുന്ന് കൂടിയാ തീരാവുന്ന കേസുള്ള ഈ ജാതി വർത്താനം പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അത് മോശമാണ്. വാർത്താ നേരം സമയം അവസാനിച്ചിരിക്കുകയാണ്. നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാനുള്ള കോയ സാഹിബിന്റെ മോഹങ്ങൾ പൂവണിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.